മഞ്ഞപ്പിത്ത ഭീതി വിട്ടുമാറാത്ത മലപ്പുറം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ് വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും ഭക്ഷണപദാർത്ഥങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മഴക്കാലമായാൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. രോഗലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും നിർദ്ദേശിച്ചു. നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 600ഓളം ആക്റ്റീവ് കേസുകളുണ്ട്. പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഇത്തരത്തിലൊരു വ്യാപനമുണ്ട്, പലരിലും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? ക്രിസ്റ്റീന, ഈ മഞ്ഞപ്പിത്തം വെള്ളത്തിൽ നിന്ന് പടർന്നു പിടിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായി നൽകുന്നത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിലനിൽക്കുന്നത് വേങ്ങൂർ പഞ്ചായത്തിലാണ്. ഏപ്രിൽ 17-നാണ് വേങ്ങൂർ പഞ്ചായത്തിൽ ആദ്യം മഞ്ഞപ്പിത്ത രോഗബാധ കണ്ടെത്തുന്നത്. അതിൽ ഒരു മാസത്തിലേക്ക് എത്തുമ്പോൾ അത് 189 എന്ന രോഗബാധിതരുടെ കണക്കിലേക്ക് എത്തുന്നു. ഒരു വലിയ കണക്കാണത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത് അവിടുത്തെ പമ്പ് ഓപ്പറേറ്റർമാർ, ജലസേചന വകുപ്പിന്റെ ജീവനക്കാർ കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെട്ടില്ല. അത് ക്ലോറിനൈസേഷൻ ഉൾപ്പെടെ ചെയ്യാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ രോഗം ഇത്തരത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള കാരണം എന്നാണ് അവിടെ ഉയർന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നിലവിൽ അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 41 പേരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർക്ക് ധനസമാഹരണം, അതായത് വലിയ പ്രതിസന്ധിയിലൂടെ നമുക്ക് ഇതിന് എന്തൊക്കെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കണം, ഇത്തരം കാര്യങ്ങൾ നമ്മളോടൊപ്പം ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടിയുണ്ട്, അദ്ദേഹത്തോടു കൂടെ ചോദിക്കാം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്.